ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് കൊല്ലം കടപ്പാക്കടയിൽ ഒരു കള്ളൻ താമസിച്ചിരുന്നു. ആ കള്ളൻ നാടൊട്ടുക്ക് നടന്ന് മോഷ്ടിക്കും. മോഷ്ടിച്ചിട്ട് അതിൻ്റെ വീതം കരപ്രമാണിമാർക്കൊക്കെ എത്തിച്ചു കൊടുക്കും. എല്ലാ വീട്ടിലും മാസത്തിലൊരിക്കൽ ഒരു തുക എത്തും. അതുകൊണ്ട് അവരാരും ആ കള്ളനെ തൊട്ടില്ല. അങ്ങനെ ഇരിക്കെ ഏറ്റവും ഒടുവിൽ കള്ളൻ അവിടുത്തെ പേഷ്കാരുടെ വീട്ടിൽ ചെന്ന് ഒരു തുക കൊടുത്തു. പേഷ്കാർ പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് എനിക്കിത് വേണ്ട. പക്ഷേ നിങ്ങൾ നിയമാനുസൃതമായിട്ട് തുക തന്നോളൂ. എൻ്റെ മകന് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുക. ആ ജോലിക്കുള്ള പ്രതിഫലമായിട്ട് ഈ കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാശ് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പേഷ്കാർക്കും വിഷമം. അപ്പം കള്ളനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജോലിയൊന്നും കൊടുക്കാനില്ല. കള്ളൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പുറകിൽ കടലാണ്, കടലിൽ പോയി എല്ലാ ദിവസവും പോയി തിര എണ്ണിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പേഷ്കാരുടെ മകൻ എല്ലാ ദിവസവും രാവിലെ അവിടെ പോയി വൈകുന്നേരം വരെ തിര എണ്ണും. അങ്ങനെ എല്ലാ മാസവും പേഷ്കാരുടെ വീട്ടിലേക്ക് ഒരു തുക വന്നുകൊണ്ടിരുന്നു. ഇത് പറയാൻ കാര്യം ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് കരിമണൽ കർത്തായുടെ കഥയും. ഈ നാടിനെ കൊള്ളയടിച്ചുണ്ടാക്കുന്ന കാശ്, ആ കാശ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സാധാരണ ജനങ്ങൾ അറിയുന്നില്ല. അത് പാർട്ടികൾക്കുള്ള സംഭാവനയായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിട്ട് എത്തിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രി ചെയ്ത ഒരു തെറ്റ്, അദ്ദേഹം ആ കാശ് നേരിട്ട് വാങ്ങിയില്ല. പകരം പൈസ കൊടുക്കുകയും വേണം, എന്നാൽ അതിനെന്തെങ്കിലും രേഖ ഉണ്ടാകുകയും വേണം എന്നുള്ളതുകൊണ്ട് അതിനൊരു കരാറുണ്ടാക്കി ആ കാശ് കൊടുത്തു. ഇതാണിപ്പോൾ വീണ വിജയന് സംഭവിച്ച തെറ്റ്. അപ്പോൾ എല്ലാവരും കാശ് വാങ്ങി, പക്ഷേ വീണ വിജയനും വാങ്ങി. വീണ വിജയൻ വാങ്ങിയ കാശ് ഇത്തിരി കൂടുതലായിരിക്കാം, പക്ഷേ രേഖാമൂലം വാങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. രേഖാമൂലം വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കരാറുണ്ടാക്കി, ആ കരാറിൻ്റെ പുറത്ത് കാശ് വാങ്ങിച്ചതിൻ്റെയും കരാർ ജോലി ചെയ്തതിൻ്റെയൊക്കെ രേഖകളില്ലായിരിക്കാം. തിരയുന്നത് പോലെ ഒന്നും ചെയ്യാതെ ആയിരിക്കും കാശ് വാങ്ങിയത്. പക്ഷേ റെക്കോർഡിക്കലി ഒരു ജോലി ചെയ്തിട്ട് മേടിച്ചതായിട്ടാണ്. CMRLനെ സംബന്ധിച്ച് ഒരു ജോലിക്കുള്ള പ്രതിഫലമായിട്ടാണ് കാശ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ കരിമണൽ കർത്തായുടെ കയ്യിൽ നമ്മുടെ ധാതു സമ്പത്ത് എത്തിയത്? ഇവിടെ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഇവിടെ സർക്കാരിന് നേരിട്ടത് ഖനനം ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയിൽ എങ്ങനെയാണ് ഈ ധാതു സമ്പത്തുകൾ എത്തുന്നത്? എങ്ങനെയാണ് ഇത്രയേറെ കോടി രൂപ ഉണ്ടാക്കാനായിട്ട് ഈ കരിമണൽ കർത്തായ്ക്ക് കഴിഞ്ഞത്? അത് വളരെ കൃത്യമാണ്. ഈ കരിമണൽ കർത്ത ഒരു പണം കായ്ക്കുന്ന മരമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. കാരണം ഒരു സർക്കാർ തന്നെ ഖനനം ചെയ്താൽ, സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം വഴി ഇത് ഖനനം ചെയ്താൽ കൈക്കൂലി മേടിക്കാൻ പറ്റില്ല, സംഭാവന മേടിക്കാൻ പറ്റില്ല. അപ്പോൾ കരിമണൽ കർത്ത അർഹിക്കാത്ത പണം ഉണ്ടാക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ CMRLൻ്റെ പേരിൽ ഇവിടെ ഈ ധാതു കരിമണൽ ഖനനം ചെയ്യുന്നതിൻ്റെ കൂടെ മണ്ണുകൂടി നീക്കുന്ന ഒരു കരാർ എടുത്തിട്ട് ആ കരാറിൻ്റെ മറവിലാണ് 182 കോടി രൂപ കരിമണൽ കർത്ത ഉണ്ടാക്കിയത്. ആ 182 കോടി രൂപയാണ് ലക്ഷങ്ങളും കോടികളുമായിട്ട് ഇവിടെ പല രാഷ്ട്രീയക്കാർക്കും വിധിച്ചു കൊടുത്തത്. കരിമണൽ കർത്തായുടെ ഡയറിയിൽ പല പേരുകളും അതിൻ്റെ അബ്രിവേഷനിൽ കിടപ്പുണ്ട്. അത് നമ്മളെല്ലാം അറിയുന്ന നേതാക്കളുടെയൊക്കെ പേരുകളുണ്ട് അതിൽ. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൻ്റെ വിഹിതം എത്തി. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും അതിൻ്റെ വിഹിതം എത്തി. പക്ഷേ വീണ വിജയൻ മേടിച്ചതിന് റെക്കോർഡുണ്ടായി, അതുകൊണ്ട് വീണ വിജയൻ കേസിൽപ്പെട്ടു. വീണ വിജയൻ സേവനം ചെയ്യാതെ മേടിച്ചു, മറ്റുള്ളവരൊക്കെ സേവനം ചെയ്തിട്ടാണോ മേടിച്ചതെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയ പാർട്ടികളും സേവനം ചെയ്തിട്ടുണ്ട്. കാരണം കരിമണൽ കർത്ത ഈ ധാതു സമ്പത്ത് കൊള്ളയടിച്ച് ഉണ്ടാക്കുന്ന കാശ്, അത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ കരിമണൽ കർത്തായെ സഹായിച്ചു. നിങ്ങൾ നോക്കൂ, ഈ വലിയ ആരോപണമൊക്കെ വന്നിട്ടും കർത്തായ്ക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? കർത്തായ്ക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? അപ്പോൾ കരിമണൽ കർത്ത എല്ലാവർക്കും വേണം. കാരണം കരിമണൽ കർത്ത പണം കായ്ക്കുന്ന മരമാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട സംഗതി, നിങ്ങൾ ഈ സ്വകാര്യ വ്യക്തികളെ ഉപയോഗിച്ചുള്ള ഈ ഖനനം നിർത്തുക. കരിമണൽ കർത്തായിൽ നിന്ന് കേരളത്തിലെ ധാതു സമ്പത്തുകളെ മോചിപ്പിക്കുക.
ബാക്കി നടപടികളൊക്കെ എന്നെ നടപടിക്രമം അനുസരിച്ച് നടക്കട്ടെ. ED വന്നിട്ടുണ്ട്, SFIO വന്നിട്ടുണ്ട്, ഇൻകം ടാക്സുകാരുണ്ട്. അവരൊക്കെ ഇതുവരെ നടന്ന ക്രമക്കേടിൻ്റെ അഴിമതിയുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു തീർപ്പിലെത്തട്ടെ. അവിഹിതമായിട്ട് കാശ് മേടിച്ചവരൊക്കെ ഉത്തരം പറയട്ടെ. പക്ഷേ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ജനം നോക്കുന്നത്. CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ ഇവിടെ നടക്കുന്ന കൊള്ള, ആ കൊള്ള അവസാനിപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകുമോ എന്നാണ് ജനത്തിന് അറിയേണ്ടത്.